പ്രേമേ, ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം അത് ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭമാണോ? അത് ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങിയത് അതിപ്പോൾ ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭമായി മാറിയതായും വാർത്ത കേൾക്കുന്നു. അവിടെ ഇപ്പോൾ എന്താണ് ശരിക്കും നടക്കുന്നത്? ചേട്ടാ, ബംഗ്ലാദേശിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ആശങ്കയുണ്ടാക്കുന്ന സംഭവ വികാസങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കിട്ടിയൊരു വിവരം, അതിദാരുണമായ ഒരു സംഭവം അവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. വളരെ നമുക്ക് ഭീവത്സകരമായ ഒരു ദൃശ്യമാണ്. സംഗതി അവിടുത്തെ സ്ക്വയർ മാസ്റ്റർ ബരി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഫാക്ടറി ജീവനക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് ദിബു ചന്ദ്രദാസ് എന്നാണ്, ഒരു ഹിന്ദുവാണ്, 30 വയസ്സേ ഉള്ളൂ. അപ്പോ ലോക അറബിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഏതോ ഒരു പരിപാടിക്കിടയിൽ ഇദ്ദേഹം ഒരു പരാമർശം നടത്തി പോലും. അതില് ഇദ്ദേഹം പറയുന്നത് എല്ലാ മതസ്ഥരും സമാനമാണ്, ആ രീതിയിൽ മറ്റുമാണ് ഇദ്ദേഹം സംസാരിച്ചത്. അപ്പൊ ഇദ്ദേഹം ഇസ്ലാം മതത്തെ അവഹേളിച്ചു, പ്രവാചകനെ നിന്ദിച്ചു എന്ന കാരണം പറഞ്ഞ് ആ സമയത്ത് തന്നെ ചില അസ്വസ്ഥതകൾ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അവിടെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു കൂട്ടം ആളുകൾ ഇയാളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഇയാളെ അവിടെ വെച്ച് വിചാരണ ചെയ്യുന്നു. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ അവർ പകർത്തുന്നു. വിചാരണ ചെയ്തിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു, മർദ്ദിച്ചു കൊലപ്പെടുത്തുകയാണ്. അവിടെ വെച്ച് തന്നെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയിട്ട് ഇയാളുടെ മൃതദേഹം തൊട്ടടുത്ത ഒരു ബസ് സ്റ്റേഷനിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കുകയാണ്. ഇവിടെ കെട്ടിത്തൂക്കിയിട്ട് പിന്നീട് അവിടെ ഈ ഇദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ആക്രോശങ്ങൾ, പിന്നെ തക്ബീർ ധ്വനികൾ ഒക്കെ മുഴക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ വീണ്ടും ഇദ്ദേഹത്തിന്റെ മൃതദേഹത്തെ അപമാനിക്കുന്നു. ഏറ്റവും ഒടുവിൽ കാണുന്ന ദൃശ്യം അവിടെ ഇദ്ദേഹത്തെ തീ വെച്ച് കൊലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ മൃതദേഹത്തെ തീ വെക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷം കണ്ടൊരു കാഴ്ച, വന്ന വാർത്ത, ഇദ്ദേഹത്തിന്റെ മൃതദേഹം വീണ്ടും വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ട് അവിടെ മൈമൻ സിംഗ് എന്ന് പറയുന്ന ഒരു ഹൈവേ ഉണ്ട്, അവിടെ കൊണ്ടുപോയി മൃതദേഹം ഇട്ടിട്ട് വീണ്ടും കത്തിക്കുന്നു. അപ്പൊ അത് ഉദ്ദേശിച്ചത് അവിടുത്തെ ഗതാഗതം തടസ്സപ്പെടുത്തുക, അതോടൊപ്പം അവിടെയുള്ള പ്രദേശവാസികളെ ഭയപ്പെടുത്തുക, ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. ബംഗ്ലാദേശിൽ കുറെ കാലമായി നടക്കുന്ന ഈ ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും അവസാന ഒരു ദൃശ്യമാണിത്. ഇപ്പൊ ഒരു കലാപ അവസ്ഥയിൽ വന്നു. അവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു കാഴ്ചക്കാരായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് സംബന്ധിച്ച് അവിടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്നൊക്കെയാണ് ഭരണകൂടം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഫാലുക്ക എന്ന് പറയുന്ന ജില്ലാ മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ പൊടുന്നനെ അവിടെ ഈ ഒരു പ്രക്ഷോഭം ഉണ്ടാകാൻ കാരണം, അവിടെ ഷെരീഫ് ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു തീവ്ര നിലപാടുള്ള ഒരു വിദ്യാർത്ഥി നേതാവ്, അവിടെ നമുക്കറിയാമല്ലോ കഴിഞ്ഞ 2024 ഓഗസ്റ്റിലോ മറ്റോ ആണ് അവിടെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം അതിരൂക്ഷമായിട്ട് അവിടുത്തെ ഈ അവാമി ലീഗിന്റെ നേതാവും അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് അഭയാർത്ഥിയായി വരേണ്ടി വന്നു. അപ്പൊ ആ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് അന്ന് അതിനെ കൊടുത്തിരുന്നത് നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി NCP എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ടാണ് അന്ന് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നത്. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു സംഘടന, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് അതിന് പിന്തുണ കൊടുത്തിരുന്ന ഒരു സംഘടനയാണ് ഇൻകുലാബ് മഞ്ച്. അപ്പൊ അതിന്റെ ഒരു നേതാവാണ് ഈ ഷെരീഫ് ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന ആള്. അപ്പൊ ഇയാള് തീവ്ര നിലപാടുള്ള ആളാണ്. അപ്പൊ ഈ ഷെയ്ഖ് ഹസീന അവിടുന്ന് പിന്മാറിയ ശേഷമാണ് ഇദ്ദേഹം ഈ ഇൻകുലാബ് മഞ്ചിന്റെ വക്താവായിട്ട് വരുന്നത്. അങ്ങനെ ഇപ്പോ ഈ ഇൻകുലാബ് മഞ്ചിന്റെ നീക്കം എന്ന് പറയുന്നത്, ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് മത നിയമം അനുസരിച്ച്, ഇസ്ലാമിക നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരാണ്. ഈ ശരീഅത്ത് നിയമം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ രീതിയിൽ പ്രവർത്തിക്കണം. അപ്പൊ അതുപ്രകാരം അവിടെയുള്ള ഹിന്ദു ബിംബങ്ങൾ അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ്. അവിടെയുള്ള ഈ ശ്രീകൃഷ്ണ ഭക്തരുടെ കൂട്ടായ്മയുണ്ടല്ലോ, ഇസ്കോൺ എന്ന് പറയും, അത് ഒരു ഭീകരവാദ സംഘടനയാണ്. അവരെ ഇവരെ നിരോധിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അപ്പൊ ഇവിടെ ഇന്ത്യ വിരുദ്ധത വരാൻ കാരണം ഈ പറയുന്ന ഇൻകുലാബ് മഞ്ച് എന്ന് പറയുന്ന പ്രസ്ഥാനം അത് പാകിസ്ഥാൻ അനുകൂലമാണ്. നമുക്കറിയാമല്ലോ, 2 പാകിസ്ഥാനാണ് മുമ്പ് ഉണ്ടായിരുന്നത്, ഒന്ന് കിഴക്കൻ പാകിസ്ഥാനും ഒന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനും. അപ്പൊ കിഴക്കൻ പാകിസ്ഥാനാണ് ഇന്നത്തെ ബംഗ്ലാദേശായിട്ട് മാറിയത്. 71 നടന്ന ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ ഇടപെട്ടാണ് ഈ കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമാക്കി മാറ്റിയത്. അന്ന് പാകിസ്ഥാനെ അനുകൂലിച്ചിരുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമുണ്ട്. അവരന്നും
നിലപാടുകളാണ് എടുത്തിരുന്നത്. ഇന്നും ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് എടുത്തിരുന്നത്. പക്ഷെ അന്നത്തെ ന്യൂനപക്ഷം ഇന്ന് അവിടെ ഭൂരിപക്ഷമായി മാറി. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നടത്തിയ ഒരു സർവേയില് ഏതാണ്ട് 50% വരുന്ന ബംഗ്ലാദേശികൾ ഇന്ത്യ വിരുദ്ധ നിലപാടുകളോടൊപ്പം നിൽക്കുന്നവരാണ് എന്നുള്ളത് കൂടി ഓർക്കണം. അപ്പൊ ഇപ്പോ അവിടെയുള്ളവർ, ഇന്ത്യ ദാനമായി നൽകിയതാണ് ബംഗ്ലാദേശ് എന്ന രാജ്യമെങ്കിൽ പോലും അവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ ഇപ്പോ മറിച്ചാണ് ചിന്തിക്കുക. ഞങ്ങളെ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തിയവരാണ് ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ വാദം. ഇപ്പോ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മുജീബുർ റഹ്മാൻ, അദ്ദേഹത്തിന്റെ പുത്രിയായ ഷെയ്ഖ് ഹസീന, ഇവരെല്ലാം ഇന്ത്യയുടെ അടിമകളാണ്. ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുത്തവരാണ്. അങ്ങനെ രാഷ്ട്രപിതാവായ മുജീബുർ റഹ്മാന്റെ വീട് ഇപ്പൊ അവിടെ അടിച്ചു തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. ഷെയ്ഖ് ഹസീനയെ ഇപ്പൊ അവിടെ കിട്ടുകയാണെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കും. ആ അവസ്ഥയിലാണ് അവിടെ ഉള്ളവര്. ഇപ്പൊ സമീപ ദിവസങ്ങളിൽ ഉണ്ടായ അക്രമ സംഭവങ്ങൾ, അത് ഈ പദ്ഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇന്ത്യൻ ട്രക്ക് ഡ്രൈവർ, അപ്പൊ ഈ പദ്ഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ നെക്ക്, സിലിഗുരി ആ ഭാഗത്തിനടുത്തുള്ളതാണ്. അവിടെ ചരക്കുമായി വന്ന ഒരു ഇന്ത്യൻ ട്രക്ക് ഡ്രൈവറെ ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ച് അവശനാക്കിയെന്ന് റിപ്പോർട്ട് വരുന്നു. പിന്നെ മൈമൻ സിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഹിന്ദു യുവാവിനെ തല്ലി അവശനാക്കി എന്ന റിപ്പോർട്ടുകൾ വരുന്നു. പിന്നെ രാജഷാഹി എന്ന് പറയുന്ന സ്ഥലത്ത് അവാമി ലീഗിന്റെ ഒരു ഓഫീസ് കത്തിച്ച് ചാമ്പലാക്കി. ധാക്കയില് ഡെയിലി സ്റ്റാർ എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ ഓഫീസ്, മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസ്, അത് കത്തിച്ചു. അതേ സ്ഥലത്ത് തന്നെ പ്രോതം അലോ എന്ന് പറയുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസും അഗ്നിക്കിരയാക്കി. പിന്നെ രാജഷിയിൽ തന്നെ ബംഗബന്ധു മ്യൂസിയം അത് അടിച്ചു തകർത്തു. പിന്നെ ചിറ്റഗോങ്ങില് മുൻ മന്ത്രി മൊഹബീർ ഹസന്റെ വീട് അതും നാമാവശേഷമാക്കി. ബന്ദർബനില് മുൻ മന്ത്രി ബീർ ബഹാദൂർ സിംഗിന്റെ വീട് അഗ്നിക്കിരയാക്കി. അപ്പൊ ഇങ്ങനെ അവിടെ വ്യാപകമായ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം ആണ് നടക്കുന്നതെങ്കിലും വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് വ്യാപകമായ പൊതുമുതൽ നശിപ്പിക്കലും സ്വകാര്യ സ്വത്ത് സമ്പാദ്യങ്ങൾ നശിപ്പിക്കലുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തെ തന്നെ കുട്ടിച്ചോറാക്കിക്കൊണ്ടാണ് അവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ പുതിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻകുലാബ് മഞ്ചിന്റെ നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിക്ക് കഴിഞ്ഞ ദിവസം ധാക്കയിൽ, കഴിഞ്ഞ 12-ാം തീയതി ധാക്കയിൽ വെച്ച് അജ്ഞാതനാൽ വെടിയേറ്റു. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. അപ്പോ ഇത് ഇദ്ദേഹത്തെ വെടിവെച്ചത് ഇന്ത്യൻ അനുകൂലികളാണ് എന്നുള്ളതാണ് ആക്ഷേപം. ഇന്ത്യയാണ് അതിൽ ഇടപെട്ടത്. കാരണം ഈ സമീപകാലത്തൊക്കെ എവിടെയൊക്കെ ഇന്ത്യ വിരുദ്ധരായിട്ടുണ്ടോ അവരൊക്കെ പലരും പലയിടങ്ങളിൽ വെച്ച് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടതാണ് ചരിത്രം. അപ്പൊ ഇതും കൂടി ചേർത്ത് വെച്ചാണ് ഈ സംഭവത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ള ആരോപണം പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുമ്പിലൊക്കെ വലിയ പ്രതിഷേധം, ഇന്ത്യ വിരുദ്ധ കലാപങ്ങൾ അവിടെ അഴിച്ചുവിട്ടത്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ധാക്കയിലും മറ്റുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങളെല്ലാം തന്നെ സുരക്ഷാ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഇന്ത്യയിലെ ഡൽഹിയിലുള്ള ബംഗ്ലാദേശിന്റെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി കൃത്യമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിച്ചു. പക്ഷെ എന്നിട്ട് പോലും യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളോ ഇന്ത്യയുടെ ആശങ്ക ഞങ്ങൾ അത് പരിഹരിക്കാം എന്ന തരത്തിൽ യാതൊരു ഉറപ്പോ ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അവർ നിരന്തരം ഇപ്പോഴും പ്രസ്താവന ഇറക്കുന്നുണ്ട്, ഈ അക്രമങ്ങളും കലാപങ്ങളും അഴിച്ചുവിടുന്നവരെ ഞങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് പറയുന്നതല്ലാണ്ട് വാസ്തവത്തിൽ ഈ പറയുന്ന കലാപകാരികളുടെ ഔദാര്യമാണ് അവിടെ ഇപ്പോഴുള്ള താൽക്കാലിക ഭരണകൂടം എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു ഇടപെടലും ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് വളരെ ദയനീയ കാഴ്ചയാണ് അവിടെ ഉള്ളത്. കാരണം വളരെ പരിമിതമായിട്ടാണെങ്കിലും ആ രാജ്യം ഒന്ന് പച്ചപിടിച്ചു വരുന്ന അവസ്ഥയിലായിരുന്നു. അവിടെയാണ് ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം ഇല്ലാതാകുന്നത്. വീണ്ടും ഈ പറയുന്ന കടുത്ത തീവ്ര നിലപാട് ഉള്ളവർ അവിടെ അധികാരത്തിൽ വരുന്നത്. അവരിപ്പോ ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സർവ്വതും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയോടുള്ള ദേഷ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആ നാട്ടിലുള്ള ഇതുവരെയുള്ള സകല സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അഗ്നിക്കിരയാക്കി അടിച്ചു തകർക്കുകയും ചെയ്യുന്ന എന്താ പറയാ നശിപ്പിന്റെ കലാപമായിട്ട് അവിടെ നിലവിലുള്ള പ്രസിഡന്റിന് പ്രേമ എനിക്ക് ചോദിക്കാനുള്ള ഇപ്പൊ നിലവിലുള്ള പ്രസിഡന്റിന് ഇതിനെ നിർത്തലാക്കാനുള്ള യാതൊരു വോയിസ് പവറും ഇല്ലേ? ഇപ്പൊ വന്നിരിക്കുന്ന ആ ഒരു വയോധികനായ പ്രസിഡന്റ് ആണ് അവിടുത്തെ സർവാധികാരി. അതെ, അദ്ദേഹം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ തുറന്നു പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു വിനീതദാസനാണ് ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഭരണാധികാരി. അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുന്ന ഏപ്രിലില് ബംഗ്ലാദേശില് പൊതു തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പൊ അതിനുശേഷമായി അവിടെ ഒരു പൂർണ്ണ തോതിലുള്ള ഒരു ഭരണ സംവിധാനം നിലവിൽ വരും. അപ്പൊ അതുവരെ ഇവർക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയിൽ ആയിട്ടുണ്ട്. കാര്യം ഈ പറയുന്ന വിഘടനവാദികൾ അവർ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത്. അപ്പോ
ഈ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നവർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് എന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ ഇപ്പോൾ മാറിയിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന രീതിയിൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭമാണെങ്കിലും പിന്നീട് അത് ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടന അത് ഹൈജാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇപ്പൊ തീവ്ര നിലപാടുകളുള്ള സംഘടനകളാണ് ഈ സമരത്തെ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അനന്തരഫലം അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ ഇൻഖിലാബ് മഞ്ചിന്റെ നേതാവ് ഉസ്മാൻ ഹാദി, അയാൾ ധാക്കയിൽ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനിരുന്ന ആൾ കൂടിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിട്ടാണെങ്കിൽ കൂടിയാ, പക്ഷെ അവിടെ അവാമി ലീഗ് എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിന്റെ പാരമ്പര്യത്തോളം തന്നെ പഴക്കമുള്ള ഒരു പാർട്ടി ഇപ്പൊ അവിടെ നിരോധിച്ച സംഘടനയാണ്. അപ്പോ ആ ഒരു അവസ്ഥയില് ആ രാഷ്ട്രം ഇനി എത്രത്തോളം മുമ്പോട്ട് പോകും? ഒരു പക്ഷേ ഇപ്പോ അവിടെ ആരൊക്കെയാണോ കലാപം അഴിച്ചുവിടുന്ന അവരുടെ തന്നെ ഒരു ഭരണകൂടം തന്നെ വീണ്ടും അവിടെ അധികാരത്തിൽ വരാനാണ് സാധ്യത. ഇപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ ഔദാര്യം പറ്റി തിന്നുകൊടുത്തവരാണെങ്കിൽ ഇന്ന് ആ തിന്നുകൊടുത്തിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് ഇന്ത്യക്കെതിരെ കുറയ്ക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന അവസ്ഥ. ഇപ്പൊ ഏതായാലും അതിർത്തിയില് ബംഗ്ലാദേശിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ അതിർത്തി വേലി നിർമ്മിക്കലടക്കം വളരെ ദ്രുതഗതിയിലായിട്ടുണ്ട്. വലിയ നിരീക്ഷണമൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ഏതൊരു അടിയന്തര സാഹചര്യം വന്നാലും പ്രതികരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം. കാര്യം ചിന്തിക്കാവുന്നതിന്റെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രകോപനം ഇനിയും ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇന്ത്യ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ.